ഹായ് മച്ചാമാരെ, നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്ത് നല്ല ക്വാളിറ്റി ഷർട്ടുകൾ വെറും 999 രൂപയ്ക്ക് 5 എണ്ണം കൊടുക്കുന്ന ഒരു കിടിലൻ സ്പോട്ട് പരിചയപ്പെട്ടാലോ? മച്ചാമാരെ, ഇതാണ് നമ്മുടെ സ്വന്തം ഷാജിയേട്ടൻ്റെ കട. ഇവിടുത്തെ പ്രത്യേകത ഏത് ഷർട്ട് എടുത്താലും നല്ല ക്വാളിറ്റി ഷർട്ടായിരിക്കും. പിന്നെ വാഷിങ്ങിലൊന്നും കളറൊന്നും പോകത്തില്ല. അവർ അത് ഗ്യാരണ്ടി പറയുന്ന കാര്യമാണ് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഷാജിയേട്ടനോട് തന്നെ ചോദിച്ചറിയാം. എല്ലാരും നോക്കിക്കോളെ. നമുക്ക് 5 പീസ് ത്രിപിളിനാണ് പറഞ്ഞത്. നമ്മള് ML എക്സിൽ വരെ 5 എണ്ണവും ML എക്സിൽ കഴിയുമ്പോൾ 4 എണ്ണമാണ് പറഞ്ഞത്. എല്ലാ ഓഫർ സെയിലാണ്. എല്ലാ പാവങ്ങളും എല്ലാ പണക്കാരടക്കം പുതിയ നേട്ടം എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ഈ സംരംഭം. നമ്മൾ കുറച്ച് വർഷം കൊണ്ട് ഈ സംരംഭത്തിലാണ്. എല്ലാവരും ഒന്ന് പുതിയ നേട്ടം എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. 10,000, 1,500, 2,000 പീസോളം എപ്പോഴും കാണും. എല്ലാം പുതിയ പീസാണ്. അവരവർക്ക് ഇഷ്ടമുള്ളത് മോഡലൊക്കെ നോക്കിയെടുക്കാം. സ്ഥലങ്ങൾ മാറുന്നത് ബാലരാമപുരം ജംഗ്ഷനിൽ നിന്ന് വഴിമുക്കിലാണ് നമ്മളെ സ്ഥാപനം ഇരിക്കുന്നത്. നമുക്ക് സാമ്പത്തികത്തിന് കുറവായത് കൊണ്ട് പ്ലാറ്റ്ഫോമിൽ അധികം കൂടാൻ നമുക്ക് എല്ലാവർക്കും ഒന്ന് പുതിയത് ചീപ്പ് വിലയ്ക്ക് കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിന് കൂടുകയാണ്. അപ്പൊ കൗണ്ടറില്ല, നമ്മുടെ എല്ലാ കസ്റ്റമറും നമ്മുടെ സഹോദരന്മാരാണ്. 4 അത് 4 ML എക്സിൽ വരെ 5 ഡബിൾ ത്രിപിൾ 4 തന്നെ കേട്ടോ. ചെറിയൊരു വ്യത്യാസം കേട്ടോ. ചേട്ടന് മതിയാ? നിങ്ങൾക്ക് ഡെലിവറി എല്ലാം ഉണ്ടോ? ഡെലിവറി ഉണ്ട്, ഹോം ഡെലിവറി ഉണ്ട്. വിളിക്കണം. പിന്നെ തിരുവനന്തപുരം മാത്രമാണ് അതർ സ്റ്റേറ്റ് എവിടെ വേണമെങ്കിലും കൊറിയർ ഉണ്ട്. എവിടെയാണോ ഉണ്ട്? നമ്മള് സപ്ലൈ കേരളത്തിൽ എവിടെയാണോ ഉണ്ട്? അത് ഇന്ത്യയിലാണോ? എവിടെ ആൾ ഇന്ത്യയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ടൈമിംഗ് എങ്ങനെയാണ്? കേട്ടില്ല. ടൈമിംഗ് എങ്ങനെയാണ് കടയുടെ? പഞ്ച്വാലിറ്റി ഇല്ല, റൂട്ടൊക്കെ കഴിഞ്ഞാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് വേണ്ടി പറഞ്ഞാൽ വിളിച്ച് കൺഫേം ആക്കി നമ്മൾ അറ്റൻഡ് ചെയ്തതിനു ശേഷം വരും. അല്ലെ വാട്സാപ്പിൽ ചോദിക്കുക. ചേട്ടൻ നമ്പർ ഞാൻ എന്തായാലും കൊടുത്തേക്കാം. ഇട്ടിരിക്കും. പിന്നെ നമ്മളെ ഏരിയയും കൂടെ നിന്നും നമ്മളെ ലൊക്കേഷനും കൂടെ അയച്ചു കൊടുത്തോളെ. സ്ഥലം ഇവിടെ ബാലരാമപുരത്ത് വഴിമുക്ക് ജനിച്ച സ്ഥലം മാറില്ല. വേറെ ബ്രാഞ്ച് ഒന്നും ഇല്ല നമുക്ക്. ഒറ്റ ബ്രാഞ്ച് ആണല്ലേ? ഒറ്റ ബ്രാഞ്ചാണ്. പിന്നെ ഹോൾസെയിലാണ്. എല്ലാം നല്ല ക്വാളിറ്റി തുണികളാണ്. എല്ലാ ക്വാളിറ്റിയാണ്. കളറൊന്നും പേടാവത്തില്ല. ആവറേജും അല്ല, നമുക്ക് പക്കാ ക്വാളിറ്റിയാണ്. 200 രൂപയ്ക്ക് നമ്മൾ താനെ 200, 250 എടുത്താലും പക്കയാണ്. കളറൊന്നും പേടാവത്തില്ല. കളർ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുകയാണ്. ഇനി അങ്ങനെ ഉണ്ടായാലും നമ്മളെ വിളിച്ച് പറയുന്ന ക്ലോത്ത് നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. വിളിച്ച് പറയുന്ന കസ്റ്റമറിന് പരിഹാരം കാണിച്ചു കൊടുക്കുന്നുണ്ട്. പരിഹാരം നൽകുന്നുണ്ട്. നമ്മൾ പക്കാ ഗ്യാരണ്ടി ചീപ്പ് വിലയ്ക്ക് കൊടുക്കണേ എന്നുള്ളതേ ഉള്ളൂ. മതിയാ? നൈറ്റ് എത്ര മണി കേട്ടോ കടയുടെ ടൈമിംഗ്? നമ്മൾ ഷാർപ്പ് എന്ന് പറയുന്ന ടൈം ഇല്ല. പഞ്ച്വാലിറ്റി നമ്മുടെ അജണ്ടയിൽ ഇല്ല. ചേട്ടൻ റൂട്ട് ഉണ്ടല്ലേ? റൂട്ടുണ്ട്. നമുക്ക് 8 മണി വരെ കുറഞ്ഞത് കാണാം. അത് കഴിയുന്ന ടൈമിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് വരണതാണ് ബെറ്റർ. അല്ല, അളവ് നോക്കാൻ തരുന്നുള്ളത് അളവ് നോക്കാൻ തരണം. പിന്നെ ചേട്ടന് ഇഷ്ടമുള്ള നോക്കിയെടുക്കാം കേട്ടോ. ഫുൾ ഓപ്ഷൻ തരണുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോക്കിയെടുക്കാം. ഫുൾ ഓപ്ഷൻ ആണ്. നമ്മളായിട്ട് തടസ്സപ്പെടുത്തല്ല. നിങ്ങൾക്ക് നോക്കി നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ക്യാഷ് മാത്രം മേടിക്കും തരാണ് കേട്ടോ. വേറെ ടെൻഷൻ വേണ്ട, നോക്കിയെടുത്തു. ഇനി ഇടെന്താ ഓരോ ടിസ്റ്റ് അളവ് ഒന്നിന്റെ അളവായിരുന്നു. നമുക്ക് 10-30 വർഷം കൊണ്ട് നമ്മൾ ഒരുപാട് കസ്റ്റമർ ഉണ്ട്. പോലീസ്, കേരള കൗമുദി, ഏഷ്യാനെറ്റ്, സീരിയൽ, അങ്ങനെ ഒരുപാട് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് നമുക്ക്. എല്ലാ കസ്റ്റമറും നമ്മൾ നല്ല സാധനമാണ് കൊടുക്കുന്നത്. നമ്മൾ കോൺടാക്ട് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഉടായ്പാനെ കോൺടാക്ട് ഒന്നും കൊടുക്കാൻ ഒരിക്കലും ഇല്ല. സമയം കാണും. എന്നാലും എടുക്കുന്ന കാശിന് അങ്ങേയറ്റം മുതലാവും. കാരണം കുറഞ്ഞ 450 റുപ്യ ഒരു ഷോപ്പുകളിലൊക്കെ വിൽപ്പനുണ്ട്. ഈ സാധനം തന്നെയാണ് നമ്മളെ ബ്രാൻഡ് മാറ്റാതെ കൊടുക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ വിറ്റാലും ഓരോരുത്തർക്ക് അവരവരുടെ കച്ചവടം ദൈവമാണെന്ന് കൊടുക്കുന്നത്. നമ്മളെ ഒരു കഷ്ടപ്പാടിന്റെ പേരിൽ എല്ലാവർക്കും ഒന്ന് പ്രശ്നമായിട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുക. വലിയ ലാഭത്തിന് അല്ലേ? വലിയ ലാഭമൊന്നും കിട്ടത്തില്ല. നമുക്കൊരു 10 രൂപ 15 റുപ്യ ലാഭം. അത്രേ ഉള്ളൂ. ചീപ്പ് റേറ്റിലാണ് കൊടുക്കണം. നമ്മളെ പ്രോഫിറ്റ് ഇങ്ങനെ കൊടുത്താൽ നല്ല സാധാരണക്കാരല്ലേ, പാവപ്പെട്ടവരും ഡ്രസ് നമ്മളെ ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്താലും, ഇത് മാത്രമല്ല, എന്ത് ജീവനോടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും സംരംഭത്തിന് ദൈവ സാധ്യത വരികയാണെങ്കിൽ അതെല്ലാം ഇതുപോലെ സേവനം പോലെ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഓക്കെ, എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മളെ കസ്റ്റമർ വരുമ്പോ നമ്മളെ കോൺടാക്റ്റും കൊടുക്കണം. ഓക്കെ, കോൺടാക്ട് നമുക്ക് ഈ 96 33 61 71 95 ഒരു നമ്പർ. ഓക്കെ, നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സൈറ്റിൽ നിന്ന് ബാലരാമപുരം ജംഗ്ഷനിൽ നിന്ന് വഴിമുക്ക് ജംഗ്ഷനാണ് വരുന്നത്. 1 കിലോമീറ്റർ കഷ്ടി അയച്ച് 1 കിലോമീറ്ററിനകത്താണ് നമ്മൾ വരുന്നത്. 1500 റുപ്പീസ് എപ്പോഴും നിലവിലുണ്ടാവും, സ്റ്റോക്ക് ഉണ്ടാവും. പിന്നെ ഉള്ളവർക്ക് എടുക്കാം. പിന്നെ ഡെയിലി കളക്ഷൻ ആണ്. ഇങ്ങനെ വരും തീരും അങ്ങനെയാണ് നമ്മൾ കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പറഞ്ഞ സാധനം നാളെ കാണൂല. അതുപോലെ ഒരു മോഡൽ ഒരു ഏരിയയിൽ ചവറാക്കൂല. ഒരാളിന് ഒരു മോഡൽ, പല മോഡലും ഉണ്ടല്ലേ? കേട്ടില്ല, പല മോഡലും കിട്ടും. ഡെയിലി ഓരോ മോഡലാണ്. പിന്നെ ഡ്രസ് കോഡ് ഒരുപോലത്തെ വസ്ത്രമൊക്കെ പറഞ്ഞാൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കൊണ്ടുവരും. അങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ട്. പിന്നെ വാട്സാപ്പ് വഴി കോൺടാക്ട് ചെയ്യുമ്പോൾ വാട്സാപ്പ് വഴി നമ്മൾ കസ്റ്റമർ ഡീൽ ചെയ്യുന്നു. പിന്നെ ഒരുപാട് കസ്റ്റമർ വിളിക്കുന്നുണ്ട്. ഒരുപാട് കസ്റ്റമർ മെസ്സേജ് ഒന്നും ഓണാക്കാനുള്ള ടൈമില്ല. അവരെ സഹായിക്കും. നമ്മുടെ ലൊക്കേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇനി വരാന്നുള്ളതേ ഉള്ളൂ. ചോദിക്കാം, കുഴപ്പമില്ല. പ്രശ്നമാണ്. നമുക്കിതിപ്പോ 350 പറഞ്ഞാലും ഓടും 400. പിന്നെ നമുക്ക് ഈ ചീപ്പ് വിലയ്ക്ക് കൊടുക്കുന്നവരെ നമ്മൾ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ചില കസ്റ്റമർ ഇത് ക്വാളിറ്റി കുറവെന്നും കസ്റ്റമേഴ്സ് ഒക്കെ സാറ്റിസ്ഫൈഡ് അല്ലേ? സാറ്റിസ്ഫൈഡ് ആണ്. ചില കസ്റ്റമർ ഒരുമാതിരിപ്പെട്ട കസ്റ്റമർ ഇറങ്ങാൻ പഠിക്കുന്നുണ്ട്. ഇറങ്ങുന്ന കസ്റ്റമർ തന്നെ ക്വാളിറ്റി ഫീൽ ആവില്ല. കാരണം നമ്മൾ റേറ്റ് കൂടുന്നവരെ അവരെ മനസ്സിനകത്ത് ഫീൽ ആവും. നമ്മൾ റേറ്റ് കുറയ്ക്കുന്നവർ, ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ക്വാളിറ്റി ഫീൽ കുറയും.
അങ്ങനെ നമ്മള് അത് ഒരു ഇതാക്കിയിട്ട് നമ്മളെ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. ഒരു റേറ്റ് കൂടുതൽ അപ്പൊ സാധനം കൊള്ളാം എന്നുള്ള ഒരു ഉറപ്പ് നമ്മളെ മനസ്സിൽ തന്നെ നമുക്ക് തരും. മറ്റത് റേറ്റ് കുറയും തോറും ചീപ്പാണെന്ന് പറഞ്ഞ് ഒരുവിധപ്പെട്ടവർ ഇറങ്ങാൻ മടിക്കും. ഇറങ്ങുന്നവരൊന്ന് ആലോചിക്കും. പക്ഷെ ഇല്ല നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ് കേട്ടോ. നല്ല പക്കയാണ്. ഇപ്പൊ ഇങ്ങനെ കിടക്കണോണ്ട് ചവറുപോലെ കിടക്കണം. ഈ സാധനമൊക്കെ വെട്ടത്തോട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കളർഫുള്ളൊക്കെ അറിയാൻ പറ്റും. മച്ചന്മാരെ ഷർട്ടുകളെല്ലാം ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ഫ്രഷ് പീസല്ല എന്ന് ആരും വിചാരിക്കേണ്ട. എല്ലാ ഷർട്ടുകളും നല്ല ഫ്രഷ് പീസാണ്. ഷാജി ചേട്ടന് വേറെ ഷോപ്പൊന്നുമില്ല, തട്ടുകടയിലാണ് ഇവരിതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സ്ഥലപരിമിതി കുറവായതുകൊണ്ടാണ് എല്ലാ ഷർട്ടുകളും ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുന്നത്. മച്ചന്മാരെ എന്തായാലും നമ്മൾ ഷോപ്പിൽ കയറി ഒരു ഷർട്ട് വാങ്ങണമെങ്കിൽ കുറഞ്ഞതൊരു 350 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. പക്ഷേ ഇത് നല്ല ക്വാളിറ്റി തുണികളാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. നല്ല ക്വാളിറ്റി തുണികളും അതുപോലെ തന്നെ കളറൊന്നും പെയ്ഡാവത്തില്ല. അവർ ഗ്യാരണ്ടി പറയുന്ന തുണിയാണ്. എൻ്റെ പൊന്നു മച്ചാന്മാരെ, ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. മീഡിയം, ലാർജ്, എക്സൽ ഈ അളവിൽ വരുന്ന ഷർട്ടുകൾക്കാണ് 5 എണ്ണത്തിന് 999 രൂപ വരുന്നത്. പിന്നെ ഡബിൾ എക്സൽ തൊട്ടുള്ള അളവുകൾക്കാണ് 4 ഷർട്ടിന് 999 രൂപ വരുന്നത്. മച്ചന്മാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മാക്സിമം ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഷാജി ചേട്ടൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ കൊടുത്തേക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ദൂരെ നിന്നൊക്കെ വരുന്നവർ ഷാജി ചേട്ടൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് വന്നാൽ മതി. നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്തെ ബാലരാമപുരത്ത് നിന്നും വഴിമുക്കിലേക്ക് വരുമ്പോൾ ഇടത് സൈഡിലായിട്ടാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത്. പുതിയൊരു വീഡിയോയും പുതിയൊരു സ്പോട്ടുമായി കാണും വരെ ട്രിവാൻഡ്രം മീശ സൈനിങ് ഓഫ്.